ലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ആഘാതത്തിൽ നിന്നും നമ്മളാരും ഇനിയും മുക്തരായിട്ടില്ല. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊല സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള ചില വാർത്തകളിൽ ചില കാര്യങ്ങൾ ശരിയായിരുന്നില്ല എന്ന് നിങ്ങളോട് ബോധ്യപ്പെടുത്താനാണ് ഇന്നത്തെ എപ്പിസോഡ്. ഈ കൂട്ടക്കൊലയിൽ നമ്മളെയൊക്കെ ഏറെ ദുഃഖിപ്പിച്ച രണ്ട് കൊലപാതകങ്ങളാണ് അഫാൻ്റെ അനുജനെ കൊന്നതും അതുപോലെ അയാളുടെ കാമുകി ഫർസാനയെ കൊലപ്പെടുത്തിയതും. ഇപ്പോഴും ആ സങ്കടം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ട് താനും. യാതൊരു കൂസലുമില്ലാതെയാണ് ഈ അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നതെങ്കിലും മനസാക്ഷിയുള്ള എല്ലാവർക്കും തന്നെ അയാൾ നടത്തിയ ഹീനകൃത്യങ്ങളുടെ ആഘാതം ഒഴിഞ്ഞു പോയിട്ടുമില്ല. ഇതിൽ ഈ ഫർസാനയെ അയാളെ കൊലപ്പെടുത്തിയത് ആ കുട്ടിയോടുള്ള വൈരാഗ്യം ആണെന്നും ആ കുട്ടി ഇയാൾക്ക് വേണ്ടി കൊടുത്ത സ്വർണ്ണമാല തിരിച്ചെടുത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ പലവട്ടം ആ പെൺകുട്ടി ഇയാളോട് അത് ചോദിച്ചെന്നും അതുകൊണ്ട് ആ വൈരാഗ്യം അയാളിൽ ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് അയാൾ ഫർസാനയെ കൊലപ്പെടുത്തി എന്നുള്ളതുമാണ് ഒരു വേർഷൻ. മറ്റൊന്ന്, അയാൾ തന്നെ പറഞ്ഞത് തനിക്ക് ഫർസാനയോട് അതിര് കടന്ന ആത്മാർത്ഥതയും പ്രണയവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. താൻ ഇല്ലെങ്കിൽ അവൾ ഇവിടെ ജീവിക്കാൻ അവൾ ബുദ്ധിമുട്ടുമെന്നും അവൾ താനില്ലാതെ ജീവിക്കുന്നത് താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് അവളെ കൊലപ്പെടുത്തിയത് എന്നുമാണ്. ഇതിൽ ഈ വീട് ഫർസാനയുടെ വീട്ടിൽ പോകാനും ഫർസാനയുടെ ഉമ്മയെ നേരിൽ കാണാനും എനിക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ വെഞ്ഞാറമൂടിന് സമീപമുള്ള ഈ വീട്ടിൽ പോയിരുന്നു. അവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഈ വീടിൻ്റെ അയൽക്കാരൻ കൂടിയാണ്. അദ്ദേഹമാണ് എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആ സമയം ഈ ഫർസാനയുടെ ഉമ്മ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. കാരണം ഈ മരണത്തിനെ തുടർന്ന് പലരും ആ വീട്ടിൽ വന്നു പോയെങ്കിലും ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ്. ഭർത്താവ് ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വ്യവസായം നടത്തുന്നുണ്ട്. ചെറിയ വ്യവസായം എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻസുമായിട്ടുള്ള ഒരു ചില വർക്കുകൾക്കാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോയതുകൊണ്ട് ഇവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മകൻ, ഇളയ ഒരു മകനുണ്ട്. അവൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവനും സ്കൂളിൽ പോയിരുന്നു എന്നുള്ളതാണ്. ആ വീട് കണ്ടാൽ നമുക്ക് വളരെയധികം സങ്കടവും വിഷമവും തോന്നും. ആ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ ആ പെൺകുട്ടി ആ വീട്ടിൽ കളിച്ച് ചിരിച്ച് നടന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായതിൽ നമുക്ക് ആ വീട്ടുകാരെ പോലെ തന്നെ നമുക്ക് സങ്കടം ഉണ്ട് താനും. ആ സംഭവം നടക്കുന്ന ദിവസം രാവിലെ 10:30 മണിക്കാണ് ഫർസാന ഉണരുന്നത്. അന്ന് കോളേജിൽ യൂത്ത് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് കുറച്ച് സമയം കൂടുതലായി കിടന്നുറങ്ങുമെന്നും അതിനുശേഷം വിളിച്ചാൽ മതിയെന്നും ആ കുട്ടി പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 10:30 മണി കഴിഞ്ഞ് ഉമ്മ വിളിച്ചുണർത്തിയത്. ചില കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഫർസാന പോകാറുണ്ടായിരുന്നു. അതും കൂടി ഓർത്തതുകൊണ്ടാണ് ഉമ്മ ഫർസാനയെ ആ സമയം വിളിച്ചുണർത്തിയത്. ഉണർന്നു കഴിഞ്ഞു. അതിനുശേഷം ആ കുട്ടി പതിവ് പോലുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ആ വീട്ടിൽ ഉമ്മയെ കുറച്ച് സമയം അടുക്കളയിൽ സഹായിച്ചു. തുടർന്ന് അപ്പവും കടലക്കറിയുമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. രാവിലെ പ്രഭാത ഭക്ഷണത്തിനാണ്. അനുജൻ അത് കഴിച്ച് അതിൽ നിന്നും കുറച്ച് ഭാഗമെടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് ഫർസാന ഈ കാപ്പി കൂടി കഴിഞ്ഞതിന് ശേഷം ഉമ്മയുമായിട്ട് കുറേ സംസാരിച്ചു. വീണ്ടും കുറേ പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ആയിട്ട് ആ കുട്ടി ഇരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞതിന് ശേഷമാണ് ഫർസാന ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ഇതിനിടയ്ക്ക് ചില സുഹൃത്തുക്കളുടെ ഫോൺ വരികയും ഫർസാന അവരോടൊക്കെ മൊബൈലിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നതായി ഉമ്മ പറയുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്ക് ശേഷമാണ് ആണ് ഏകദേശം ഉമ്മയുടെ ഓർമ്മയിൽ എന്ന് പറയുന്ന 2:30-3 മണിയോടുകൂടിയാണ് ഈ കുട്ടി പോകുന്നത് ട്യൂഷന് വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാണ് ഈ കുട്ടി പോകുന്നത്. ശേഷം വൈകിട്ട് 7 മണിയൊക്കെ കഴിഞ്ഞിട്ടും കുട്ടി വരാത്തപ്പോൾ
അവർ ആകെ വ്യാകുലപ്പെട്ടു. ഇവരുടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, മോൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള വിവരം പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ചില ആളുകൾ ആ വീട്ടിൽ, ബന്ധുക്കളെയും പരിസരത്തുള്ള ആളുകളും ഒക്കെ ആ വീട്ടിൽ വന്നെങ്കിലും അവർക്കാർക്കും ഇത് പറയാനുള്ള ധൈര്യം, ഈ ഫർസാനയുടെ ഉമ്മയോട് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ പരിങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഈ ഉമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. പക്ഷെ ഇങ്ങനെയാണ് സംഭവിച്ചതെന്നും അവർക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏകദേശം രാത്രി 10 മണിക്കാണ് ഈ ഫർസാനയുടെ ഉമ്മ ഈ കൃത്യം നടന്നതും തൻ്റെ മോൾ ഇല്ല എന്നുള്ള വാസ്തവം അറിഞ്ഞതും. ഈ കാമുകൻ്റെ കയ്യാൽ അവൾ കൊല്ലപ്പെട്ട വിവരം അവൾ അപ്പോഴാണ് പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ആ ഫർസാനയുടെ പിതാവിനെ ചില സുഹൃത്തുക്കൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. പിറ്റേന്നാണ് അദ്ദേഹം പൂർണ്ണമായും ആ ഡെഡ് ബോഡി പോലും കാണാൻ കഴിഞ്ഞത്. അവരൊക്കെ തന്നെ വല്ലാത്ത ഒരു പ്രകമ്പനത്തിൻ്റെ അവസ്ഥയിൽ ആയിരുന്നു. പിന്നീട് ആ ഉമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഈ ഫർസാന കാമുകനായ അഫാന് കൊടുത്ത സ്വർണ്ണമാല ഒരാഴ്ച മുമ്പാണ്, ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് കൊടുത്തത്. അതിന് മുമ്പൊന്നും അത് കൊടുക്കുകയോ അതിന് പകരം ഇമിറ്റേറ്റ് ചെയ്ത ഗോൾഡ് വാങ്ങിച്ചിട്ടുകൊണ്ട് നടക്കേണ്ടി വരുന്ന കാര്യമൊക്കെ അവർ കൈമലർത്തുകയാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ അഫാനുമായിട്ടുള്ള ഫർസാനയുടെ ബന്ധം ഈ ഉമ്മയ്ക്കറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ, സാധാരണ കൂടെ പഠിച്ച കുട്ടികളൊക്കെ തന്നെ ഈ ഫർസാനയെ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലപ്പുറം ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അഗാധമായ ബന്ധമുണ്ടെന്ന് ഈ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഒരു സാധാരണ ക്ലാസ്മേറ്റ് എന്ന രീതിയിൽ മാത്രമാണ് അവർ അഫാനെയും കണ്ടിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. പലപ്പോഴും ഇതിന് താഴെ, ഇവർ താമസിക്കുന്ന വീടിന് താഴെയൊക്കെ ചില മുൻപ് ഫർസാനയോടുകൂടി പഠിച്ചിരുന്ന കുട്ടികളുള്ളതുകൊണ്ട് അവരെ കാണാനൊക്കെ അഫാൻ വന്നതായിട്ട് അറിയാം. ഇവർ തമ്മിൽ വർത്തമാനം പറയുന്നതും കണ്ടിട്ടുണ്ട്. അഫാൻ മുമ്പൊരിക്കലും ഈ വീട്ടിൽ വന്നിട്ടില്ല, ഫർസാനയുടെ വീട്ടിനകത്ത് കയറിയിട്ടില്ല, വന്നിട്ടുമില്ല എന്ന് തന്നെയാണ് ഈ ഉമ്മ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു നിഗമനത്തിൽ അഫാൻ്റെ പഴയകാല ചരിത്രങ്ങളോ മറ്റൊന്നും തന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ഈ വ്യക്തിയുമായിട്ട് ഫർസാനയ്ക്ക് വലിയ ഒരു അടുപ്പമുണ്ടെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമായും പറയുന്നത്. ഇപ്പോഴും അവർ ആഘാതത്തിൽ നിന്നും മുക്തത ആയിട്ടില്ല എന്നുള്ളതാണ്. ആ വീട്ടിനകത്ത് ഇളയ മകൻ ശരിക്കും അവൻ ചില നൈപുണ്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. പാട്ട് പാടുകയും ഖുറാൻ പാരായണം നടത്തുകയും ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ട് അവന് ചില അവാർഡുകളൊക്കെ കിട്ടി. അതെല്ലാം വീട്ടിൻ്റെ ഷോക്കേസിൽ വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ മറ്റൊന്ന്, ഇവരുടെ വിവാഹത്തിന് ശേഷമുള്ള എല്ലാ ഫോട്ടോകളും സമാഹരിച്ച ഒരു ആൽബമാണ്. ആ ആൽബത്തിൽ ഈ ഫർസാനയുടെ ചിത്രങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. ആ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാം. കുട്ടിക്കാലത്തെ ഫർസാനയുടെ ചിത്രങ്ങളാണ് അതൊക്കെ. ഫർസാനയുടെ വീടും ഈ ചിത്രത്തിൽ, ഈ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ആ ആൽബത്തിൽ ഫർസാന ജനിച്ച 2002 എന്ന വർഷം താഴെ എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് ഇവർ വിവാഹം കഴിച്ച സുനിലുമായി ഫർസാനയുടെ മാതാവ് വിവാഹം കഴിച്ച തീയതിയും എഴുതിയിട്ടുണ്ട്. താഴെ ഫർസാന എന്ന് പറഞ്ഞ് എഴുതിയിട്ട് 2002 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അന്നാണ് ഫർസാന ജനിച്ചത് എന്നുള്ളതാണ്. 2002 ജനിച്ച കുട്ടിയാണ് 2024 ഫെബ്രുവരി 24 കാമുകൻ്റെ തലക്കടിയേറ്റ് വളരെ പൈശാചികമായി തന്നെ കൊല്ലപ്പെട്ടു പോയത്. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ആയിരുന്നു. അവൾക്ക് നാട്ടുകാരൊക്കെ തന്നെ ആ പെൺകുട്ടിക്ക് നല്ല ഒരു മതിപ്പ് കൊടുത്തിരുന്നു. ഒരു തരത്തിലുള്ള യാതൊരു സ്വഭാവ വൈകല്യങ്ങളും ഒന്നും ഇല്ലാത്ത മിടുക്കിയായ, പഠിക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു. അഫാനുമായിട്ട് അവൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റൊമാൻസ് ഉണ്ടായിരിക്കാം. ആ റൊമാൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ അഫാനെ ഫർസാനെ വിശ്വസിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അവൻ ചോദിച്ചതെല്ലാം ഇവൾ കൊടുത്തതും. അവന് താങ്ങായി തന്നെ ആ പാവം പെൺകുട്ടി നിന്നു എന്ന് പറയേണ്ടി വരുന്നു.
ഒരിക്കൽ പോലും ഈ ക്രൂരകൃത്യം താൻ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന, പ്രണയിച്ചിരുന്ന കാമുകനിൽ നിന്നും ഉണ്ടാകുമെന്ന് ആ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും കരുതി ഇരുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം അവൻ വിളിച്ചപ്പോൾ അവൾ പോവുകയാണ് ചെയ്തത്. വിളിച്ചത് അവൻ്റെ വീട്ടിലേക്കാണെങ്കിലും പറഞ്ഞത് അവൻ്റെ മാതാവിന് ഈ അസുഖം കൂടുതലാണ്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഷെമി എന്ന് പറയുന്ന അഫാൻ്റെ മാതാവിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പും അഫാൻ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് ഉമ്മയെ കാണിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിളിച്ചപ്പോൾ മടി കൂടാതെ അവൾ പോവുകയാണ് ചെയ്തത്. 1-ാം നിലയിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ട് പോയത്. അവിടെ വെച്ചിട്ടാണ് ഇയാൾ ആ പെൺകുട്ടിയോട് മറ്റ് കൊലപാതകങ്ങളെക്കുറിച്ച് പറയുകയും അവൾ ആ ഷോക്കിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അവളെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇതിൻ്റെ യാഥാർത്ഥ്യം അഫാൻ ഇപ്പോഴും പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കൂടുതൽ പ്രണയം തോന്നിയത് കൊണ്ട് ഇല്ലാതാക്കി എന്നാണ്. രണ്ടാമത്, ഈ വാങ്ങിയ സ്വർണം തിരിച്ച് ചോദിച്ചത് കൊണ്ടും ആണ് എന്നാണ്. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളോട് പറയാൻ ഇപ്പോൾ ഫർസാന നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല. അഫാൻ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. കാരണം ഇതിന് ദൃക്സാക്ഷികളുമില്ല.